നമസ്കാരം, ഞാൻ ഡോക്ടർ മോനിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. സ്കിൻ കണ്ടീഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് കാണിക്കുന്നതാണ് ചൊറിച്ചിലുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചൊറിച്ചിലുകൾ സ്ഥിരമായിട്ട് വരിക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ തന്നെ ചൊറിച്ചിലുകൾ കൂടുതലായിട്ട് വരിക. ഈ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് എനിക്കൊരു ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു. ഈ ഒരു കൺസൾട്ടേഷനിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കിൻ കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞു വന്ന ഒരു കേസാണ്. എന്നാൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു സംശയം തോന്നിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറയുകയും ആ ടെസ്റ്റിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കുകയും ചെയ്തതാണ്. അപ്പം ആ ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ലിവർ കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലുള്ള ചൊറിച്ചിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നമുക്ക് കാണിച്ചു തരുന്ന പല സൈനുകളായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലുകളും അതിന്റെ റീസണുകൾ എന്താണ്, ഒന്നെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അതുപോലെ എന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള ചൊറിച്ചിലുകൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ സ്കിൻ കണ്ടീഷൻസുകളിൽ കാണിക്കാറുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. കൂടെ തന്നെ നമുക്ക് ഏത് രീതികളിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു, ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ശരീരത്തിലെ ഒന്ന് നമുക്ക് കൈയുടെ ഉള്ളം ഭാഗങ്ങളിലും അതുപോലെ തന്നെ കാലിന്റെ ഉള്ളം ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ചൊറിച്ചിലുകൾ കാണപ്പെടുന്നത്. ചൊറിച്ചിലുകൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാണണം എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 2 ദിവസം എന്നുള്ളതല്ല, സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ആഴ്ചകൾ തോറും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്തൊക്കെ തന്നെ കാലിന്റെ ഉള്ളം ഭാഗവും അതുപോലെ കൈയുടെ ഉള്ളം ഭാഗവും നല്ല രീതിയിൽ ചൊറിച്ചിലുകൾ അനുഭവപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. കാരണം എന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഫാറ്റി ലിവർ കണ്ടീഷൻസ്, ഹെപ്പറ്റൈറ്റിസ് കൊണ്ടോ അല്ലെങ്കിൽ ബൈൽ ഫ്ലോന്റെ ബ്ലോക്കേജ് കൊണ്ടോ ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഘടകം കൂടാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബൈൽ സോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് കൂടാറുണ്ട്. ഈ ബൈൽ സോൾസ് രക്തത്തിൽ അമിതമായിട്ട് വരുന്ന സമയത്ത് ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ സ്കിന്നിൽ അമിതമായിട്ട് ചൊറിച്ചിലുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നെർവ് ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള കൈവെള്ള ഭാഗത്തും കാൽവെള്ള ഭാഗത്തുമാണ്. ഒരു ചൊറിച്ചിൽ മാത്രമല്ല ലിവറിന്റെ വാർണിംഗ് സൈൻ ആയിട്ട് കാണിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടിയിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, കണ്ണിന് മഞ്ഞ നിറം വരുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ മറ്റെവിടെയെങ്കിലും മഞ്ഞ നിറം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും. അടുത്തത് യൂറിന്റെ കളറ് ഡാർക്കായിട്ട് വരിക. അതുപോലെ മലം പുറന്തള്ളപ്പെടുന്ന സമയത്ത് മലത്തിന്റെ കളറ് വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലും വരിക. അടുത്തത്, നിങ്ങൾ എത്ര നല്ല രീതിയിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ഷീണം വിട്ടുമാറാതിരിക്കുക, എപ്പോഴും ക്ഷീണമായിട്ടിരിക്കുക എന്നുള്ളതും. അതുപോലെ റൈറ്റ് സൈഡ് ആയിട്ടുള്ള നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തുള്ള റൈറ്റ് സൈഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു കനം പോലെയോ വേദന പോലെയോ ആ ഒരു ഭാഗത്ത് തൊടുന്ന സമയത്ത് ഹെവിനെസ് തോന്നുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു LFT ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റ് ആണത്. LFT ടെസ്റ്റ് ചെയ്ത് നോക്കി തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ലക്ഷണങ്ങൾ എന്ന് പറയുന്നതും നമ്മുടെ ലിവർ നമുക്ക് വാർണിംഗ് ആയിട്ട് നൽകുന്ന സൈനുകളാണ്, നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്നതാണ് ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കാൽവണ്ണ ഭാഗത്തും കണങ്കാൽ ഭാഗത്തും കൂടുതലായിട്ടും ചൊറിച്ചിലുകൾ വരിക എന്ന് പറയുന്നത്. അതായത് കാൽവണ്ണ ഭാഗങ്ങളിലും ഈ കണങ്കാൽ ഭാഗങ്ങളിലും രാത്രി സമയങ്ങളിലാണ് അമിതമായിട്ടും ചൊറിച്ചിലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് 2 വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്നെന്ന് പറയുന്നത് അമിതമായിട്ട് പ്രമേഹം ഉയർന്ന അളവിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ പ്രമേഹം വരാൻ സാധ്യതയുള്ള പ്രീ ഡയബറ്റിക് കണ്ടീഷൻസിലും ഡയബറ്റിക്കിന്റെ തുടക്കമുള്ള കണ്ടീഷൻസിലും ഒക്കെ തന്നെ ഇത് വളരെ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഒരു സൈനാണ്. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോവുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുന്നത്. ഈ പ്രീ ഡയബറ്റിക്കിന്റെ സമയത്ത് നമുക്ക് അമിതമായിട്ടും ഈ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന സമയത്ത് നെർവ്സിലും ബ്ലഡ് വെസൽസിലും ഒക്കെ തന്നെ ഡാമേജ് ഉണ്ടാക്കുകയും ഇതുമൂലം നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ചൊറിച്ചിലുകൾ അമിതമായിട്ട് വരാറുണ്ട്. മെഡിക്കൽ ടേമിൽ ഇതിനെ ഡയബറ്റിക് പ്രൂറൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് മിക്ക ഡയബറ്റിക് കണ്ടീഷൻസ് ഉള്ളവർക്കും സ്വാഭാവികമായിട്ടും അവരുടെ കാൽവണ്ണ ഭാഗത്തും കണങ്കാൽ ഭാഗത്തും ഒക്കെ തന്നെ രാത്രി സമയങ്ങളിൽ ചൊറിച്ചിലുകൾ അമിതമായിട്ട് ഉണ്ടാവാറുണ്ട്. എത്ര ക്രീംസോ
ക്രീംസോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോഷൻസോ ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടും അതിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നെർവ്സിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറവായിട്ട് വരികയും അതുപോലെ അതുമൂലം നമുക്ക് വരാറുണ്ട്. അത് നമുക്ക് പ്രോപ്പറായിട്ട് രക്തയോട്ടം നടക്കാതെ വരികയും നമുക്ക് ബ്ലഡ് താഴെ നിന്ന്, അതായത് കാലിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഹൃദയഭാഗത്തേക്ക് ഒഴുകേണ്ടതാണ്. എന്നാൽ ഇതിൽ തടസ്സം വരികയും ഈ വാൾവുകളിലെ തടസ്സങ്ങൾ വരികയും വാൾവുകളിലൊക്കെ തന്നെ ബ്ലഡ് കട്ട പിടിക്കുകയും ചെയ്യുന്ന സമയത്ത് ടോക്സിൻസ് അവിടെ ആ ഒരു ഭാഗത്ത് ടോക്സിൻസ് ഒരുപാട് കൂടാൻ വേണ്ടിയിട്ടും ആ ഭാഗത്ത് നീർക്കെട്ടുകൾ വരാം. സ്കിന്നിലൊക്കെ തന്നെ ഡിസ്കളറേഷൻ വരാറുണ്ട്. അതായത് ബ്ലാക്കിഷ് ആയിട്ടുള്ള കറുപ്പ് നിറമൊക്കെ തന്നെ സ്കിന്നിൽ അമിതമായിട്ട് വരാം. ചിലർക്ക് രക്തം കട്ട പിടിച്ച പോലെയുള്ള രീതിയിൽ സ്കിന്നിന്റെ പുറം ഭാഗങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരാം. ആ ഭാഗങ്ങളിൽ അമിതമായിട്ട് ചൊറിച്ചിലുകൾ വരാം. ആ ഭാഗത്ത് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു ഡയബറ്റിക് പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നെർവ്സിന്റെ പ്രോബ്ലംസ് കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ അൾട്രാസൗണ്ട് ടെസ്റ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കാലുകളിലേക്ക് ശരിയായ രീതിയിൽ ആ നെർവ്സും അല്ലെങ്കിൽ രക്തോട്ടം ഏത് രീതികളിൽ നടക്കുന്നുണ്ട്, ബ്ലോക്കുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണിത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ പോലെ തോന്നിക്കാം. അതായത് കാലിന്റെ തുടഭാഗങ്ങളിലൊക്കെ ആയിട്ട് വര പോലെ ലൈൻസുകൾ വരാം. അതിൽ വയലറ്റ് നിറത്തിലുള്ള പോലെ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കിഷ് ആയിട്ടുള്ള പിങ്ക് കളറായിട്ടുള്ള രീതിയിലുള്ള വരകൾ ചിലർക്ക് കാണാറുണ്ട്. അപ്പൊ ഇതും ഈ പറഞ്ഞിട്ടുള്ള രക്തോട്ടം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലമാണ് ഈ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഈ ചൊറിച്ചിൽ വരുന്ന മൂന്നാമത്തെ പ്രധാന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ തോളിന്റെ ഭാഗങ്ങളിൽ, മുകൾ ഭാഗങ്ങളിലൊക്കെ, ഷോൾഡറിന്റെ മുകൾ ഭാഗങ്ങളിലും അതുപോലെ അപ്പർ ബാക്ക് ആയിട്ടുള്ള ഭാഗങ്ങളിലുമാണ് കൂടുതലായിട്ടും ചൊറിച്ചിലുകൾ വരുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ വരാൻ ഏറ്റവും മെയിൻ പ്രധാന കാരണം എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, കിഡ്നി പ്രോബ്ലം കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു ഇച്ചിങ്ങിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കിഡ്നി ഡാമേജ് ആകുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലേക്ക് അമിതമായിട്ട് ടോക്സിൻസ് വരാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള മിനറൽസുകളൊക്കെ തന്നെ ഓവറായിട്ട് വരാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫോസ്ഫറസ് എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽസിന്റെ കണ്ടീഷൻസ് ഓവറായിട്ട് വരികയും ഇത് സ്കിന്നിൽ അടിഞ്ഞുകൂടുകയും അതുമൂലം ആ ഭാഗങ്ങളിൽ ചൊറിച്ചിലുകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ മനസ്സിലാകുന്നത് ഈ ഒരു അപ്പർ ആം ഭാഗങ്ങളിലും അപ്പർ ബാക്ക് പാർട്ടുകളിലും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ പത അമിതമായിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധയിൽ നോക്കുക. അതുപോലെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടും സ്മെല്ല് പോവാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ തന്നെ കണ്ണിനടിഭാഗത്ത് തടിപ്പ് തോന്നുക അല്ലെങ്കിൽ നീർവീക്കം പോലെയുള്ള രീതിയിൽ കണ്ണിനടിഭാഗം തടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കാലുകളുടെ ഭാഗത്ത് എപ്പോഴും നീര് സ്ഥിരമായിട്ടുണ്ടാവുക, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ കാലിന്റെ ഭാഗത്തേക്ക് നല്ല നീർക്കെട്ട് വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്നവർക്കുള്ള പ്രധാന ലക്ഷണങ്ങളാണ്. അപ്പൊ ഇവ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, യൂറിയ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് മേൽ പറഞ്ഞിട്ടുള്ള ഒന്നും അല്ലാതെ നമ്മുടെ ശരീരത്തിലെ ആസകലമായിട്ടുള്ള ചൊറിച്ചിലുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ പ്രധാന കുറച്ച് റീസൺസ് ഉണ്ട്, പ്രധാന 3 റീസൺസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇച്ചിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. രണ്ടാമത്തത് ശരീരത്തിലെ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവർക്കും ചൊറിച്ചിലുകളൊക്കെ തന്നെ ശരീരത്തിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട്. മൂന്നാമത്തത് പേടിക്കാനുള്ളതല്ല, പക്ഷെ കാണിക്കുന്ന ഒരു പ്രധാന സൈൻ എന്ന് പറയുന്നത് ചില തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ കണ്ടീഷൻസ്, അതായത് ലിംഫോമ പോലെയുള്ള കണ്ടീഷൻസുകളിലൊക്കെ തന്നെ ശരീരമാസകലം ചൊറിച്ചിലുകൾ വളരെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട്. ഇനി ആയുർവേദ പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് രക്തശോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ചരക സംഹിതയിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ ആമ കണ്ടീഷൻസ് വരിക, അതായത് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ വരുന്ന സമയത്തേക്ക് സ്കിന്നിൽ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ വരാം. രക്തത്തിലേക്ക് ഉയർന്ന അളവിൽ ടോക്സിൻസ് വരുന്ന സമയത്ത് രക്തം ദുഷിക്കുകയും ഇതുമൂലം നമുക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ഇച്ചിങ്ങി വരാം. ആ ഭാഗത്ത് ചൊറിച്ചിലുകളിലെ പാടുകളായിട്ട് വരാറുണ്ട്. ചിലർക്ക് റെഡിഷ് കളർ വരാറുണ്ട്, നീർക്കെട്ടുകൾ വരാറുണ്ട്, സ്കിൻ കളറിലെ വ്യത്യാസങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും
പോലും കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ശുദ്ധമായിട്ടുള്ള, അതായത് തിളപ്പിച്ചാറിയിട്ടുള്ള ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഗുണകരമാണ്. നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുടിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. അതുപോലെ ദിവസത്തിൽ ഒരു 8 തൊട്ട് 9 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, കഴിക്കുന്ന ഭക്ഷണം അതാത് സമയങ്ങളിലായിട്ടുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും രാവിലെ വെറും വയറ്റില് 3-4 ആര്യവേപ്പിന്റെ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. അടുത്തെന്ന് പറയുന്നത്, രാത്രിയിൽ ഉറങ്ങുന്നതിന് ഏകദേശം 3 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എത്ര നേരത്തെ നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നതോ അത്രയും നേരത്തെ തന്നെ നമുക്ക് ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹോൾ പ്രോസസ്സ് ഹെൽത്തിന് അത് വളരെയധികം ഗുണപ്രദമാണ്. അപ്പൊ ഈ രീതികളിലുള്ള ഫോളോ ചെയ്യുക, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുക. അതിനൊപ്പം തന്നെ മേൽ പറഞ്ഞിട്ടുള്ള സിംറ്റംസുകളിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 സിംറ്റംസ് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.